എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രായം കൂടുമ്പോൾ ശരീരം ക്ഷീണിക്കുന്നതും പതിവായി തളർച്ച തോന്നുന്നതും സാധാരണമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോലും ആ പഴയ ഉന്മേഷം കിട്ടുന്നില്ലെന്ന് പലരും പരാതി പറയാറുണ്ട്. പക്ഷെ ചെറിയ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഈ ക്ഷീണത്തെ മറികടന്ന് ഊർജ്ജസ്വലരായിരിക്കാൻ നമുക്ക് കഴിയും. ഇന്ന് നമ്മൾ മുതിർന്നവർക്ക് സഹായകരമാകുന്ന 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം പതിവായ വ്യായാമമാണ്. ക്ഷീണിക്കുമ്പോൾ കൂടുതൽ വിശ്രമിക്കുകയല്ല, മറിച്ച് ശരീരത്തിന് ചെറിയൊരു ഉണർവ് നൽകുകയാണ് വേണ്ടത്. പതിവായ വ്യായാമം നിങ്ങളുടെ ശരീരത്തിലെ രക്തയോട്ടം കൂട്ടുകയും പേശികളെ ബലപ്പെടുത്തുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജവും നൽകും. ദിവസവും 15 മുതൽ 20 മിനിറ്റ് നടക്കുന്നത് ഏറ്റവും നല്ലൊരു തുടക്കമാണ്. പ്രായമായവർക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായ യോഗാസനങ്ങളോ സ്ട്രെച്ചിങ് വ്യായാമങ്ങളോ പരിശീലിക്കാം. ഇത് എല്ലുകളുടെയും സന്ധികളുടെയും ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഓർക്കുക, വലിയ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യേണ്ടതില്ല. സ്ഥിരമായി ചെറിയ രീതിയിൽ വ്യായാമം ചെയ്യുന്നത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. രണ്ടാമത്തെ കാര്യം ശരിയായി ഭക്ഷണം കഴിക്കുക എന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ എനർജിയെ നേരിട്ട് ബാധിക്കുന്നുണ്ട്. പ്രായമായവർക്ക് കൂടുതൽ പോഷകങ്ങൾ ആവശ്യമാണ്. അതിനാൽ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കുക. പഞ്ചസാരയും ഉപ്പും കുറച്ച് നാരുകൾ ധാരാളമുള്ള ഭക്ഷണം കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങളും മുട്ടയും മീനും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കൂടാതെ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ മറക്കരുത്. ശരീരത്തിന് നിർജ്ജലീകരണം സംഭവിച്ചാൽ അത് ക്ഷീണത്തിന് പ്രധാന കാരണമാകും. മൂന്നാമത്തെ കാര്യം ശരിയായ ഉറക്കമാണ്. ശരിയായ ഉറക്കം ശരീരത്തിന്റെയും മനസ്സിന്റെയും പുനരുജ്ജീവനത്തിന് വളരെ അനിവാര്യമാണ്. പ്രായമായവർക്ക് സാധാരണയായി 7 മുതൽ 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. രാത്രിയിൽ നേരത്തെ ഉറങ്ങാനും രാവിലെ നേരത്തെ ഉണരാനും ശ്രമിക്കുക. കിടക്കുന്നതിന് മുൻപ് മൊബൈൽ ഫോണും ടിവിയും ഒഴിവാക്കുക. പകൽ സമയത്തുള്ള നീണ്ട ഉറക്കം രാത്രിയിലെ ഉറക്കത്തെ ബാധിച്ചേക്കാം. അതിനാൽ പകലുറക്കം 30 മിനിറ്റിൽ കൂടാതെ നോക്കുക. ഉറങ്ങാൻ സഹായിക്കുന്ന ഒരു ദിനചര്യ ഉണ്ടാക്കുക. ഉദാഹരണത്തിന്, ഉറങ്ങുന്നതിന് മുമ്പ് ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുകയോ ശാന്തമായി സംഗീതം കേൾക്കുകയോ ഒക്കെ ചെയ്യാം. നാലാമത്തെ കാര്യം മാനസിക ഉല്ലാസമാണ്. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും മനസ്സിനെ ഉണർത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഊർജം നിലനിർത്താൻ സഹായിക്കും. പുസ്തകങ്ങൾ വായിക്കുക, പത്രങ്ങൾ വായിക്കുക, സുഹൃത്തുക്കളോടും കുടുംബത്തോടും സംസാരിക്കുക, പുതിയ ഹോബികൾ കണ്ടെത്തുക, ഇതൊക്കെ നല്ലതാണ്. ഉദാഹരണത്തിന് പൂന്തോട്ട പരിപാലനം, ചിത്രരചന അല്ലെങ്കിൽ ചെറിയ കളികളിൽ ഏർപ്പെടുക. ഇത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനും സഹായിക്കും. അഞ്ചാമത്തെ കാര്യം വൈദ്യസഹായം തേടുക എന്നതാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ക്ഷീണം മാറുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. ചിലപ്പോൾ വിറ്റാമിനുകളുടെയോ പോഷകങ്ങളുടെ കുറവോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ കാരണമാകാം ഈ ക്ഷീണം ഉണ്ടാകുന്നത്. വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12 തുടങ്ങിയവയുടെ കുറവ് സാധാരണ ക്ഷീണത്തിന് കാരണമാകാറുണ്ട്. ഡോക്ടറെ കാണുമ്പോൾ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ശരിയായ ചികിത്സ തേടാനും കഴിയും. പ്രായം എന്നത് ഒരു സംഖ്യ മാത്രമാണ്. ശരിയായ ഭക്ഷണക്രമം, വ്യായാമം, മതിയായ ഉറക്കം, മാനസിക ഉണർവ് എന്നിവയിലൂടെ ഏത് പ്രായത്തിലും നമുക്ക് ഊർജ്ജസ്വലരായിരിക്കാൻ സാധിക്കും. ഓർക്കുക, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കൂടെ നിൽക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.